Hello everyone, good morning. Welcome to a beautiful Sunday in my life. ഇടയ്ക്കൊക്കെ വിചാരിക്കാറുണ്ട് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്, പക്ഷെ സമയം കിട്ടാറില്ല മാത്രമല്ല പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യാനുമില്ല. ഞാൻ അധികം ഹോസ്റ്റലിലായിരിക്കും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായിരിക്കും. അങ്ങനെ ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതെന്നാലും വീഡിയോ ആയിട്ട് എടുക്കാം, പിന്നെ നിങ്ങളോട് കുറച്ച് സംസാരിച്ചിരിക്കുകയും ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ രാവിലെ എണീച്ചു, പല്ലൊക്കെ തേച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ മെട്രോയിലാണ് പോയത്. ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് ചോദിച്ച് വരുന്നുണ്ടോയെന്ന്. അവർ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇറങ്ങിയത്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണോ ഇഷ്ടം അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോകാനാണോ ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് രണ്ടും ഇഷ്ടം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ടും ഇഷ്ടമാണ്. രണ്ടിനും അതിൻ്റെതായ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഞാൻ മറ്റേ അനാഥപ്രേതങ്ങാനം നടക്കുന്ന പോലെ ചില സമയത്ത് തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും അയ്യോ ആരെങ്കിലും സംസാരിച്ചിരിക്കാൻ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന്. മാത്രമല്ല ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൂടിയുള്ള ആളെടുത്ത് നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ടോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാം, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇനിയിപ്പോൾ കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാം. പ്രത്യേകിച്ച് ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും 2 ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ചോദിക്കാം ഇതിലേതാ രസം എന്ന്. ഒരു അഭിപ്രായം ചോദിക്കാൻ ഒരാളായി. അങ്ങനെ ഒരുപാട് ആലോചിച്ച് ഞാൻ എത്തിയത് കബേൺ പാർക്കിലാണ്. ബാംഗ്ലൂരിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടായിരിക്കും കബേൺ പാർക്ക്. വേറെ ഒന്നുമല്ല, വേറെ സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും, ഷോപ്പിംഗ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് നമുക്കൊന്ന് സെൽഫ് ടൈം ഒക്കെ വേണ്ടിക്കിൽ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് കബേൺ പാർക്കാണ്. ഞാൻ പോകുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സ്പോട്ട് കിട്ടി. വലിയൊരു മരത്തിന്റെ താഴെ ഞാനൊരു ബെഡ്ഷീറ്റും കൂടി വിരിച്ചിരുന്നു. ആദ്യത്തെ 10 മിനിറ്റ് ഞാൻ ഒന്നും ചെയ്തില്ല, ചുറ്റുമുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരുന്നു. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ലൈഫിനെ കുറച്ചുകൂടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നോക്കണമെന്ന്. സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ മെൻ്റലി ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. ഒരുപാട് ആൾക്കാർ അവരെ സന്തോഷം കണ്ടെത്തുന്നു. അതായത് കുറേ ആൾക്കാർ ഗ്രൂപ്പായിട്ട് അവിടെ വന്നിരുന്ന് ഗെയിം കളിക്കുന്നു, അതുപോലെ തന്നെ ബുക്ക് വായിക്കുന്നു, പെറ്റ്സിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങുന്നു. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അതൊക്കെ. ഡു ഇറ്റ് ടുഡേ എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബുക്കാണ്, എന്തായാലും എല്ലാവരും വായിക്കേണ്ട ഒരു ബുക്കാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാം എന്നാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ബുക്ക് വായന മടുത്തപ്പം ഞാൻ കൊണ്ടുപോയ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് തിന്നാൻ തുടങ്ങി. അപ്പോഴും ഇത് തന്നെയാണ് പരിപാടി, ചുറ്റുമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റൂമിലാണെങ്കിൽ അധിക സമയം ഫോൺ സ്ക്രോൾ ചെയ്ത് കണ്ണൊക്കെ അടിച്ചു പോകുന്ന വിധത്തിലായിരുന്നു എൻ്റെ ഇരിപ്പ്. ഇവിടെ വന്നിട്ടും എനിക്ക് അങ്ങനെ ഇരിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വായിക്കാൻ ബുക്ക് എടുത്തത്. പിന്നെ കുറച്ച് എംബ്രോയ്ഡറി ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ക്രിയേറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പലപ്പോഴും അതിനൊന്നും സമയം കിട്ടാറുള്ളത്. എംബ്രോയ്ഡറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആരും കൂട്ടാനത് നന്നായി. കാരണം അവർക്ക് ഇതുപോലത്തെ കാര്യങ്ങളിൽ താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ബോറടിക്കും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആണല്ലോ. നമ്മൾ ഈ പുറത്തു പോകുന്ന കാര്യത്തിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആ ഡിപ്പെൻഡൻസി വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവാനും പാടില്ല. ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ റൂംമേറ്റ്സിനോട് ചോദിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ വരുന്നുണ്ടോ, പക്ഷെ ഒരിക്കലും നിർബന്ധിക്കാറില്ല. കാരണം ചില ആൾക്കാർക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ നമ്മൾ ചോദിച്ചത് കാരണം നമ്മുടെ കൂടെ വന്നു എന്നിരിക്കും, പക്ഷെ അവരത് എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്, നമ്മളത് അറിയാണ്ടും പോകും. അപ്പോൾ ഒരിക്കലും ആരെയും നിർബന്ധിച്ചിട്ട് നമ്മുടെ കൂടെ കൂട്ടാൻ പാടില്ല. അങ്ങനെ കുറേ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ലൊരു ദിവസമായിരുന്നു, നല്ല രസമായിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. ഒരു സെൽഫ് കമ്പനി നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.